നല്ല വചനം അല്പസമയം നമ്മൾ ശ്രദ്ധിക്കാനിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മളെ പണിയുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദൈവവചനത്തിനകത്ത് ഉപദേശമുണ്ട്, ദൈവവചനത്തിനകത്ത് പ്രോത്സാഹനമുണ്ട്, ദൈവവചനത്തിനകത്ത് നമുക്ക് വേണ്ടിയ സകലതുമുണ്ട്. ദൈവത്തിന്റെ സകല നിധി, ഗുപ്തനിധിയും ക്രിസ്തുയേശുവിനകത്തുണ്ട്. ആ ക്രിസ്തുയേശുവിന്റെ നല്ല വചനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഹാലിയ, ഈ ദൈവവചനം വിട്ടേച്ച് നമുക്ക് എവിടെ പോയാലും നമുക്ക് ഒരു കാര്യവുമില്ല. ഈ ദൈവവചനത്തിനകത്തൂടെ നമുക്ക് എല്ലാ ജീവശ്വാസവും കിട്ടുന്ന സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു. അതിന്റെ 19 തൊട്ടുള്ള 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് എടുത്തൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില് ആശ്രയിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-നകത്ത് ഇങ്ങനെ പറയുന്നു. അണ്ടർസ്റ്റാൻഡ് ദിസ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യു മസ്റ്റ് ഓൾ ബി ക്വിക്ക് ടു ലിസൺ, സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ഗെറ്റ് ആംഗ്രി. എന്ന് വായിച്ച്. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുവിൻ. ഏതു മനുഷ്യനും കേൾക്കാൻ വേഗതയും പറയുവാൻ സാവധാനവും കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ. മതി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് ഞാനിത് പ്രാക്ടീസ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഇത് ഈ സ്വഭാവം ഞാൻ എന്റേതാക്കും. ഹല്ലേലൂയ. എന്താണ് ദൈവവചനം പറയുന്നത്? കേൾക്കാൻ വേഗതയുള്ളവരും സംസാരിക്കാൻ സാവകാശമുള്ളവരും കോപിക്കുവാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവാൻ അതിനും സാവകാശമുള്ളവര്. സ്തോത്രം. നമ്മളൊക്കെ എനിക്കൊന്ന് സാധാരണ മനുഷ്യരൊക്കെ കൂടുതലും എന്താ ചെയ്യുന്നേ? കേൾക്കുന്ന പകുതിയൊക്കെ കേൾക്കും. ചിലവരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ വലിയ ഉത്സാഹത്തോടെ ആയിരിക്കും ഓരോന്നൊക്കെ അവരോട് പറയുന്നേ, പക്ഷെ അവര് പകുതി പോലും അവര് കേൾക്കത്തില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വേർഡ് പറയുന്നതിന്റെ 2 വാക്ക് അങ്ങോട്ട് പറയും, 3-ാമത്തെ വാക്ക് അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അവര് ചാടിക്കേറി അവരുടെ കാര്യം പറയും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയും, അല്ലെങ്കിൽ അവര് ഓരോന്നിങ്ങനെ ചോദിച്ച് നമ്മളുടെ ആ ഫ്ലോയും കൂടെ നിർത്തിക്കളയും അല്ലേ. പക്ഷെ കർത്താവ് എന്തുവാ? നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ദൈവവചനം, നമ്മളെ ജീവിത കാര്യങ്ങളിൽ അഭ്യസിപ്പിക്കുന്ന ദൈവവചനം. അല്ലയാ. അപ്പം യാക്കോബിന്റെ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇത് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ അനുഗ്രഹത്തിന്റെ ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവവചനം പറയുന്നു, നമ്മൾ കേൾക്കാൻ വേഗതയുള്ളവര്. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മൊത്തം ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞേ, കേട്ടിട്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ്. സ്തോത്രം. എല്ലാവർക്കും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കേൾക്കുന്ന ഒരു കൃപയാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലൊക്കെ നമ്മൾ ചെന്നിരുന്ന് എത്ര മണിക്കൂർ ഇരുന്നാ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. പക്ഷെ കർത്താവ് എവിടെയെങ്കിലും വെച്ച് നമ്മളോട് പറയുന്നുണ്ടോ ഇറങ്ങിപ്പോ, എനിക്ക് മതി, എനിക്ക് മടുത്തു കേട്ടത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവിശ്വസ്തരായത് കാരണം ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഒരു തവണ പറഞ്ഞത് തന്നെ ഒരു 10 തവണ അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം ഒക്കെ സെയിം കാര്യങ്ങൾ തന്നെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ചിട്ട് കാണാതെ അങ്ങ് പറയും. പക്ഷെ കർത്താവിന്റെ വചനം നമ്മളോട് ഇന്ന് പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ കേൾക്കാൻ വേഗതയുള്ളവര്, ഹല്ലേലൂയ, സംസാരിക്കാൻ സാവകാശമുള്ളവര്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കണം. ഇന്ന് അങ്ങനെയൊക്കെ മൊത്തം വരുന്ന കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇന്ന് ഈ വചനം എടുത്തിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ്, എനിക്ക് ആ കൃപ തരണം. ഒരാൾ എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അത് മൊത്തം ശ്രദ്ധിക്കുവാൻ ആയിട്ടുള്ള ഒരു കൃപ തരണം. അതൊരു വലിയ കാര്യമാണ്. ദൈവരാജ്യത്തിൽ നമ്മൾ വളരണമെങ്കിൽ ദൈവവചനം നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ആക്കി അതേപോലെ നമ്മളത് ശീലിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിനകത്ത് കർത്താവിന് നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, നമ്മളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ കേൾക്കാൻ എന്ത് ഒരാൾ പറഞ്ഞാലും അത് മൊത്തം കേട്ട്, അത് കേൾക്കുന്നത് പൂർണ്ണമായി കേട്ട് അതിനകത്ത് നമ്മൾ പെട്ടെന്നൊരു മറുപടി ഒന്നും പറയാതെ മെല്ലെ ആലോചിച്ച് ചിന്തിച്ചു നോക്കിയിട്ട് ഹല്ലേലൂയ നമ്മൾ മറുപടി പറയുന്നവരെ ആയി തീരണം. സ്തോത്രം. ഇത് എന്തിനാ ഇങ്ങനെ പറയാൻ കാരണം? അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം യാക്കോബ് 1:18 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ സത്യവചനത്തിൽ നിന്ന് നമ്മളെ ജനിപ്പിക്കുകയും ഹല്ലേലൂയ ഈ ലോകത്തുള്ള സകലതിനെക്കാട്ടിലും ഏറ്റവും വില ഉള്ളത് നമ്മൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ ഭയങ്കര വിലയുള്ളവരാ. ഭയങ്കര. കർത്താവിന് നമ്മൾക്ക് എത്ര വിലയിടാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ചുറ്റിനും ഉള്ളവർക്കും എത്ര നമ്മൾ വിലയിടാൻ ശ്രമിച്ചാലും പറ്റത്തില്ല.
കർത്താവ് പറയാ ഇതുകൊണ്ട് ഹല്ലിയ ഇതൊക്കെ ഉള്ളത് കാരണമാ. അടുത്ത വാക്യം തൊട്ടങ്ങോട്ട് പറയുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം സഹോദരന്മാരെ. എന്താണ്? നിങ്ങൾ കേൾക്കാൻ എളുപ്പം കേൾക്കുന്നവരും മെല്ലെ മറുപടി പറയുന്നവരുമായിരിക്കണം. എടുത്തു ചാടി ഒന്നിനും മറുപടി പറയല്ലേ ഹല്ലിയ. എടുത്തു ചാടിയൊക്കെ മറുപടി പറഞ്ഞാൽ കേൾക്കുന്നവന് ചിലപ്പം അത് വലിയ വിഷമവും വലിയ വിഷയത്തിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് അതിനോട് ചേർന്ന് പറയുന്നത് ദേഷ്യപ്പെടാൻ സാവകാശമുള്ളവരുമായിരിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മള് കേൾക്കുന്നത്, നമ്മള് സാവകാശം നമ്മൾ കേട്ട് അതിനൊന്ന് ആലോചിച്ച് അതിന് തീരുമാനം പറയാത്തവരാ. പെട്ടെന്ന് കേട്ടു, പകുതി കേട്ടു, ചാടിക്കേറി സംസാരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യപ്പെടാനും വഴക്കിടാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിനകത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ഈ ഒരു പോളിസി ഫോളോ ചെയ്താൽ. എന്താണ്? മൊത്തം കേൾക്കുക, മിണ്ടാതിരുന്ന് കേൾക്കുക, കേട്ടിട്ട് സാവകാശത്തിൽ തീരുമാനമൊക്കെ എടുത്ത് സംസാരിക്കുക. ഞാൻ എന്ത് സംസാരിക്കണം കർത്താവെ? കർത്താവിനോടൊന്ന് ചോദിച്ചു നോക്കണം. യേശു നമ്മുടെ കർത്താവായതിനാൽ കർത്തൃത്വം വഹിക്കുന്നവനാ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനകത്തു പോലും കർത്തൃത്വം വഹിക്കുന്നതാ എൻ്റെ ദൈവം. ഹല്ലിയ. ഞാൻ എന്ത് സംസാരിക്കണം കർത്താവ്, എന്ത് മറുപടി കൊടുക്കണം എന്ന് കർത്താവിനോട് ആലോചിച്ചിട്ട്, യേശുവിനോട് ആലോചിച്ചിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ആശ്രയിച്ചു വേണം നമ്മൾ മറുപടി കൊടുക്കാൻ. അല്ലാതെ പോകുമ്പോഴാ പലവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നേ അല്ലേ? നമ്മൾ പറയും നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് ഒക്കെ പലപ്പോഴും കാണുന്നത്. സ്തോത്രം. ഹല്ലിയ. കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ എല്ലാ കേൾക്കുന്നതും കൊടുക്കലും വാങ്ങലും എല്ലാം ഹല്ലേലൂയ ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 22-ാം വാക്യം, എങ്കിലും വചനം കേൾക്കാൻ മാത്രം എന്നാൽ അപ്പൊ നമ്മളെല്ലാം കേൾക്കാം, സാവകാശത്തോടെ ഇരുന്ന് കേട്ട് സാവകാശത്തോടെ മറുപടി പറയുന്നവരായി തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് യാക്കോബ് എഴുതി വെച്ചിരിക്കുക. പക്ഷെ നിങ്ങള് വചനം കേൾക്കുന്ന വെറും കേൾവിക്കാരായി തീരല്ലേ. ഹല്ലിയ. ചിലപ്പോൾ മനുഷ്യർ പറയുന്ന ചിലതൊക്കെ നമ്മൾ തീരുമാനിക്കും, ഓ ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ചിലപ്പോൾ നമ്മളെ കുത്തുന്ന വാക്കുകളായിരിക്കും പറയുന്നത്, നമ്മളെ കിഴിച്ചോണ്ട് പോകുന്ന വാക്കായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് മറുപടി കൊടുക്കണ്ട, മിണ്ടാതിരുന്നാ മതി. എന്താ? നമ്മൾ പെട്ടെന്ന് നമ്മളെ വേദനിപ്പിക്കുന്നയൊക്കെ വാക്കുകൾ കേട്ടാല് നമ്മൾ ചിലപ്പം പെട്ടെന്ന് ചാടിക്കേറിയൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കിന് കാരണമാകും. അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും നമ്മൾ കേട്ടതിനൊക്കെ നമ്മൾ മറുപടി പറയല്ല, പ്രതികരിക്കല്ലേ. ആരും അങ്ങനെ പ്രതികരിക്കല്ലേ. എന്നിട്ട് വന്നിട്ട് ദൈവവചനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ ദൈവവചനം പക്ഷെ നിങ്ങൾ വെറുതെ കേട്ടോണ്ടിരിക്കല്ലേ, നിങ്ങൾ അതിന് പ്രതികരിക്കണം. അപ്പൊ മനുഷ്യര് പറയുന്ന എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കല്ലേ. പക്ഷെ ദൈവവചനത്തിനോ, ദൈവവചനം കേട്ടിട്ട് ആ ദൈവവചനത്തിനകത്ത് നമ്മൾ പ്രതികരിക്കണം. ഹല്ലിയ. വെറുതെ കേട്ട് 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 കാഴ്ചക്കാരെ പോലെ ആയിത്തീരല് ദൈവരാജ്യത്തിനകത്ത്. പക്ഷെ നമ്മൾ ദൈവരാജ്യത്തിനകത്തോ ഹല്ലിയ വചനം പറയുന്നത് നമ്മൾ അനുസരിക്കണം. വചനം പറയുന്നത് കേൾക്കുക മാത്രമല്ല, വചനം പറയുന്നതിനോട് പ്രതികരിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നതിനോട് പ്രതികരിക്കുന്ന എന്തെങ്കിലും നമ്മൾ പ്രതികരിക്കണം. ഒന്നിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ എന്ന് നമ്മൾ പറയണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വചനം എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞ്, അതേപോലെ ഞാനൊന്ന് ജീവിച്ചു നോക്കട്ടെ, അതേപോലെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്യട്ടെ. നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയും ഉള്ളതൊക്കെ ആക്കി ഹല്ലേലൂയ ദൈവവചനം പറയുന്നത് പോലെ ഒന്ന് പ്രതികരിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവവചനം കേട്ട് അനുസരിച്ച് അതേപോലെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കളിയാക്കുക. ഇങ്ങനെ പറഞ്ഞ, അതർവൈസ് യു ആർ ഓൺലി ഫൂളിങ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ കളിയാക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വെറുതെ സമയം ചെലവഴിക്കുക എന്നൊന്ന് പറഞ്ഞ് ദൈവവചനം പറയുന്നത് പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാ കർത്താവേ. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നു 23 പറയുന്നു, for if you listen, James chapter 1:23, for if you listen to the word and don't obey, it is like glancing at your face in a mirror. അതിന്റെ വേഴ്സ് നമ്പർ 24 പറയുന്നു, യു സീ യുവർ സെൽഫ് വാക്ക് അവേ ആൻഡ് ഫർഗെറ്റ് വാട്ട് യു ലുക്ക് ലൈക്ക്. അതൊന്ന് വായിക്കാം. 22 23 അല്ല 23 24. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും
ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. നമ്മൾ ആരെങ്കിലും രാവിലെ ജോലിക്ക് പോകുമ്പോൾ കണ്ണാടി നോക്കി നമ്മൾ ഒരുങ്ങി, അന്നേരം നമ്മൾ ഒരുങ്ങി വൃത്തിയായി അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഓർത്തോണ്ടിരിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെയായിരിക്കുന്നതെന്ന്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്നാ എന്തേലും കുഴപ്പം കാണും അല്ലേ? പക്ഷെ ആരെങ്കിലും നമ്മൾ എത്ര ഒന്നും ജോലി ചെയ്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഒന്നും അലഞ്ഞില്ല എങ്കിലും ആരെങ്കിലും നമ്മളെ ഫോട്ടോ എടുക്കാൻ വിളിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഓടിപ്പോവും, കണ്ണാടി പോയി ഓടിപ്പോയി വൃത്തിയൊക്കെ ആയിട്ട് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി മുടിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ചീകിയിട്ട് ഓടി വരും ഫോട്ടോ എടുക്കാൻ അല്ലേ? എന്താ നമ്മൾ മറന്നുപോയി നമ്മൾ എങ്ങനെയാ ഇരിക്കുന്നതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എത്ര ഭംഗിയാക്കിയിട്ടാ നമ്മൾ വന്നെങ്കിലും ഒരു കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മളത് ഓർക്കത്തില്ല. ഞാൻ അങ്ങനെ മുടിയൊക്കെ ചീകിയതാ, ഇങ്ങനെ ചെയ്തതാ, അതാ നമ്മൾ വീണ്ടും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ദൈവരാജ്യത്തിനകത്തോ, ദൈവരാജ്യത്തിന് അങ്ങനെ ചെയ്യാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ രാജ്യത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മളെ മുന്നേറാനായിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് മുന്നേറണോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ കേട്ട ദൈവവചനം വിട്ടുകളയാതെ, മറന്നു കളയാതെ, ആ വചനം പറയുന്നത് പോലെ കൃത്യനിഷ്ഠയായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവവചനം നമ്മളോട് ഇടപെടുന്നത് മെല്ലെ മെല്ലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവവചനം കേൾക്കുവാനും ദൈവവചനം അനുസരിക്കുവാനും ദൈവവചനം പറയുന്നത് പോലെ ചെയ്യുവാനുമാ. നമ്മളത് അത് അത് അങ്ങനെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ അത് ചെയ്തില്ല എങ്കിൽ ദൈവവചനം നമ്മളോട് ഇടപെടുന്നത് മെല്ലെ മെല്ലെ നിൽക്കുന്നത് നമ്മൾ കാണും. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 25 ഒന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ ദയന ന്യായപ്രമാണം സൂക്ഷിച്ചു നോക്കി. അപ്പൊ ദൈവവചനം സ്വാതന്ത്ര്യത്തിന്റെ, മറക്കല്ല, ദൈവവചനം നമ്മളെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ ദൈവവചനം നമ്മള് അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ട് ദൈവവചനം എഴുതി ഇവിടെ വെച്ചിരിക്കുന്നു. ഇങ്ങനെ പറയുന്നത്, ബട്ട് ഇഫ് യു ലുക്ക് കെയർഫുള്ളി ഇൻ ടു ദ പെർഫെക്റ്റ് ലോ ദാറ്റ് സെറ്റ്സ് യു ഫ്രീ. ആ വാക്യം ഒന്ന് നമുക്ക് ഇച്ചിരി ഒന്ന് തിരിക്കാം. ഇങ്ങനെയാ, പക്ഷെ നിങ്ങള് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആ സത്യ നിയമം, നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന സത്യ നിയമത്തിനകത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ദൈവവചനത്തിനകത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, വചനം പറയുന്നത്, എന്നിട്ട് നിങ്ങൾ അത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ കേട്ടത് നിങ്ങൾ മറക്കാതിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന വാക്യം ഇവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കേട്ട വചനം അനുസരിച്ച്, കേട്ട വചനം നമ്മൾ ചെയ്ത്, കേട്ട വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്താൽ കർത്താവിന്റെ വചനം പറയുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് കാണണം എങ്കിൽ ദൈവവചനം നമ്മൾ കേട്ട് നമ്മളത് നമ്മുടെ സ്വന്തമാക്കി നമ്മൾ ആ ദൈവവചനം അനുസരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാൻ വേഗമുള്ളവരും പക്ഷെ സംസാരിക്കാൻ സാവകാശമുള്ളവരും ആയിത്തീരണം. ഹല്ലേലൂയ. നമ്മൾ കേട്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി. മരിയെ നോക്കിക്കേ, മരിയ ദൂതൻ വന്ന് പറഞ്ഞത് കേട്ടു. അമ്മ മരിയം ഇത് കേട്ടിട്ട് ഇത് ഹൃദയത്തിനകത്ത് അവള് സംഹരിച്ചു എന്ന ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? കേട്ടതിനെ വിട്ടുകളഞ്ഞില്ല, കേട്ടതിനെ മറന്നു കളഞ്ഞില്ല, കേട്ടതിനെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അതിൻ്റെ മേൽ വെള്ളം കോരി ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും. നമ്മൾ എന്തെങ്കിലും കേട്ടാൽ ദൂത് മാത്രമല്ല എടുത്തു വെച്ചിട്ട് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഏത് ദൈവവചനം കേട്ടാലും ആ ദൈവവചനം എടുത്ത് അത് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ച് അത് അന്നത്തെ ദിവസം ഇരുന്ന് ചിന്തിച്ച് എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും കർത്താവേ ഈ ദൈവവചനത്തിനോട് എന്ന് കർത്താവിനോട് ചോദിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിനോട് പ്രതികരിക്കുന്നവരായി തീരണം. എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ അതിന്റെ 25 തൊട്ടുള്ള വാക്യത്തിനകത്ത് നോക്കുമ്പോൾ എസെക്കിയേൽ ചാപ്റ്റർ 34 വേഴ്സ് നമ്പർ 25 ഓൺവേർഡ്സ് അതിനകത്ത് നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ വചനം
അല്ലെങ്കിൽ ദൈവത്തിന് കർത്താവിന്റെ വചനം വെച്ചാൽ അതിന്റെ തൊട്ടു മുമ്പ് 24 പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിനോട് ഞാൻ സംസാരിക്കുന്നു, അല്ലെ? ദാവീദിലൂടെ ഞാൻ അവരുടെ ദൈവമായി, എന്നിട്ട് ഞാൻ എൻ്റെ ജനത്തിനോട് സംസാരിക്കുന്നു. വേഴ്സ് 24, 24 വാക്യം അങ്ങനെ പറയുന്നത്. Ezekiel 34:24, and I the Lord will be their God, and my servant David will be a prince among my people. I the Lord have spoken. ദൈവമായ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിനകത്ത് പറയാ, I will make a covenant of peace with my people. ഞാൻ എൻ്റെ ജനത്തിനോട് ഞാന് സമാധാനത്തിന്റെ ഉടമ്പടി ഞാൻ ഉണ്ടാക്കും. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അങ്ങോട്ടും ശ്രദ്ധിക്കുമ്പോൾ പറയുന്നത്, ഞാൻ അവരുടെ ഇടയിൽ നിന്ന് വന്യമൃഗങ്ങളെ ഓടിച്ചു വിടും. I will drive away the dangerous animals from their land എന്നിങ്ങനൊക്കെ പറഞ്ഞിട്ട് പറയുക. അതിന്റെ 26 വേഴ്സ് നമ്പർ 26, I will bless my people and their homes around my hill, and in the proper season I will send the showers they need. There will be showers of blessing. Hallelujah. അപ്പം ദൈവവചനം കേട്ട്, ദൈവവചനം അനുസരിച്ച്, ദൈവവചനം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്ത് ദൈവവചനത്തിനോട് പ്രതികരിക്കുന്ന, ഹല്ലേലൂയ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കൊഴുപ്പിക്കുന്ന ഭാഗത്തിനോട് മാത്രമല്ല പ്രതികരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചിലതൊക്കെ അനുസരിക്കാൻ ദൈവവചനം പറയുമ്പോൾ അതിനോടും അനുസരണയോടെ പ്രതികരിക്കുമ്പോൾ കർത്താവിന്റെ വചനം ഇവിടെ പറയുക, ഹല്ലേലൂയ, ഞാൻ അവരോട് ഒരു സമാധാനത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കി. അവരുടെ ഇടയിൽ നിന്ന് അവരെ വിഴുങ്ങാൻ നടന്ന് മൃഗങ്ങളെ ഞാൻ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ, അവരുടെ നടുവിൽ നിന്ന് അവരെ വിഴുങ്ങാൻ നിന്ന കടബാധ്യത, അവരെ വിഴുങ്ങാൻ നിന്ന രോഗം, അവരെ വിഴുങ്ങാൻ നിന്ന കുടുംബത്തിനകത്തെ അസമാധാനം, അവരെ വിഴുങ്ങാൻ നിന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ അവരുടെ നടുവിൽ നിന്ന് ഞാൻ ഓടിച്ചു വിട്ടിട്ട്, എന്നിട്ട് വാക്യം പറയുക, ഞാൻ എൻ്റെ ജനത്തിനെ ഞാൻ അനുഗ്രഹിക്കും. അവരുടെ ഭവനങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. തക്ക കാലത്ത് ഞാൻ മഴയെ പെയ്യിപ്പിക്കും. അവരുടെ നടുവിൽ അനുഗ്രഹത്തിന്റെ പെരുമഴ ഉണ്ടാകും. ഇത് തന്നെയാ യാക്കോബ് പറഞ്ഞ്. യാക്കോബ് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ഒരു വംശവുമാ. ഹല്ലേലൂയ. നിങ്ങൾ ഇത് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിനോട് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിനോട് നിങ്ങൾ കേട്ടിട്ട് ഹല്ലേലൂയ, നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ കേട്ടോ, പക്ഷെ കേട്ട ഉടനെ നിങ്ങൾ പ്രതികരിക്കല്ലേ. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റ കാര്യത്തിന് പ്രതികരിക്കണം, ദൈവവചനത്തിന് പ്രതികരിക്കണം. നിങ്ങൾ ദൈവവചനത്തിന് പ്രതികരിച്ച് നിങ്ങൾ ദൈവം പറയുന്നത് പോലെ ചെയ്താൽ, ഹല്ലേലൂയ, യാക്കോബ് 1:25 പറയുന്നു, ഗോഡ് വിൽ ബ്ലെസ് യു ഫോർ ഡൂയിങ് ഇറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരായി തീർന്നാൽ ദൈവം അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒഴുക്കും. ഇന്ന് ആർക്കൊക്കെ വേണം അനുഗ്രഹത്തിന്റെ പെരുമഴ? ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ പെരുമഴ വേണ്ടവര് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഹല്ലേലൂയ. ദൈവവചനം കേട്ടിട്ട് ദൈവവചനം ആ കേട്ടതിനെ അനുസരിച്ച്, ഞാൻ പറയട്ടെ, പൊട്ടന്മാരെ പോലെ നിൽക്കുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. സ്വന്തം തീരുമാനങ്ങളും സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവിലും ആശ്രയിച്ച് അങ്ങനെ നിൽക്കുന്നവനെ ആരെയും ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്നുകൊടുത്ത് അടിയനിതാ എന്ന് പറഞ്ഞ് നിന്നുകൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കേട്ടത് ചിലപ്പം വലിയ വിഡ്ഢിത്തരമായിരിക്കും, പക്ഷെ ദൈവവചനമാണോ കേട്ടത്? കർത്താവ് ഉറപ്പായിട്ടും പറയുന്നു, നിന്റെ നടുവിൽ നിന്ന് ഞാൻ ശത്രുക്കളെ ഓടിച്ചു വിടാം, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ ഒരു പേരാക്കി തീർക്കാം. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞാൻ കേൾക്കാൻ വേഗതയുള്ളവനും സംസാരിക്കാൻ സാവകാശമുള്ളവനും ആയി തീരട്ടെ. പറഞ്ഞേ, കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിനകത്ത് പറയുന്നതെല്ലാം എനിക്ക് കേട്ട് അനുസരിച്ച് അതേപടി ചെയ്യുവാൻ എനിക്കൊന്നൊരു കൃപ തരണമേ, ഒരു ധൈര്യം തരണമേ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ കാട്ടിലും അധികം കർത്താവ് മാനിച്ചുയർത്തുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മയാൽ നിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ.